സായിജ് സെക്കൻഡ് ഡേ പൊളിക്കല്ലേ? കയറോ? ഉറപ്പിക്കാവോ? Hey. So നമ്മുടെ ഡേ 2 ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ടൈം ഇപ്പോൾ 7:15 ആയിട്ടുണ്ട്. സോ ഇന്നാണ് ആ സ്പെഷ്യൽ ഡേ. വി ആർ ഗോയിങ് ടു ഹൈക്ക് ദ അഗസ്ത്യാമല. സോ ഇന്ന് നല്ല ടഫായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല രസമുണ്ട്. അതായത് നല്ല ഈ അതിരാവിലെ തന്നെ കാട് കയറണമുണ്ട്. ആക്ച്വലി കാട്ടിൻ്റെ അകത്താണ്, എങ്കിലും വീണ്ടും ഇത് ഹൈക്ക് ചെയ്യണമുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായിരിക്കും എന്നറിയില്ല. എന്തായാലും നോക്കാം. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഒരു മല കഴിഞ്ഞെന്ന് തോന്നുന്നു, നേരെ ഇറക്കം. പക്ഷേ ഇനി കുറേ ഉണ്ട് പോകാൻ. ആക്ച്വലി ബേസ് ക്യാമ്പിൽ നിന്നും 7-8 കിലോമീറ്ററാണ് അഗസ്ത്യാർകൂടം പീക്കിലേക്ക്. അതും നല്ല കുത്തനെയുള്ള കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. ഐ ആം ഇൻട്രസ്റ്റഡ്. ജിബിൻ, ആർ യു എക്സൈറ്റഡ്? ആന, അതെ. എന്തോ ശരിയാ, നമുക്ക് ശരിയാമോ? അതെ, ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ വഴിക്ക് നമ്മൾ ബ്രേക്ക് എടുക്കാതെ മാക്സിമം നേരത്തെ അവിടെ എത്തിയാൽ അവിടെ കുറച്ചധികം നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ, അവിടെ എത്തിയാ? വേറെ നമ്മളെ പിള്ളേരൊക്കെ മുകളിലെത്തി വെയിറ്റ് ചെയ്യണം. നമുക്ക് വേഗം ചെല്ലാം. ഓക്കെ, പ്രസന്ന ഹായ് ഗൈസ്, ദോ ആ കാണുന്നതാണ് അഗസ്ത്യാർകൂടം. കേറോ? അഗസ്ത്യാർകൂടം കേറോ? പിന്നെ തീർച്ചയായിട്ടും കയറും. നടന്നോ. ഇപ്പം നമ്മൾ വീണ്ടും കയറ്റം ആരംഭിച്ചിരിക്കുന്നു. ജിബിനൊക്കെ പോയല്ലേ? മുകളിൽ നിന്ന് മഞ്ഞ് ഇറങ്ങാണ്ട്, കോട ഇറങ്ങാണ്ട്, നല്ല വ്യൂ, നല്ല രസമുണ്ടാവും. ഐ ലൈക്ക് കോട മഞ്ഞ്. ഓഹോയ്, ഇവിടെ ഒരു പ്രത്യേകതരം ചെടിയുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല രസം. അത് പൂവുണ്ടായിക്കണേ. ഇതാണ് അഗസ്ത്യാർകൂടം ഇഷ്ടപ്പെട്ട വെള്ളയും നീലയും ചേർന്ന പൂക്കൾ. ഇവിടുത്തെ കണ്ടില്ലേ? ഞാൻ നാളെ വൈറലാവും. എന്റെ പണിയും പോവും. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിടും. എന്താ ചെയ്യണേ? ഡീറ്റെയിൽസ് പറഞ്ഞേക്ക്. ഇല്ല. അഗസ്ത്യമലയിൽ വെച്ച് യുവാവ് ചെയ്തത് എന്ത്? 2 പണിയും കൊണ്ട് ഒരു യുവാവ്. അതെ, അടുത്ത കണ്ടന്റായി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കുറേ കയറി, എന്നുവെച്ചാൽ മുകളിലെത്തിയിട്ടില്ല, എന്നാൽ മുകളിലോട്ട് എത്താറായി. ഇവിടെ നിന്ന് കോടതി ഇറങ്ങണം.
അവിടെ നിന്ന് മുകളിൽ നിന്ന് നല്ല രീതിയിൽ കോട ഇറങ്ങുന്നുണ്ട്. ആ ചേട്ടാ അത് ഇതാണോ തമിഴ്നാട് കേരള ബോർഡർ? തമിഴ്നാട് കേരള ബോർഡർ അത് എവിടെയാണ്? അപ്പുറത്താണോ തമിഴ്നാട്? ഈ വേലിയുടെ അപ്പുറം, ഈ കമ്പിയുടെ അപ്പുറം? ഓ, തമിഴ്നാട്ടിലൊന്ന് കാലിക്കേക്കാം. കേരള അതെ, ഈ കമ്പിയുടെ ഇപ്പുറം കേരള, അപ്പുറം തമിഴ്നാട്. അത് തമിഴ്നാട്. ഞാനപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് ഹുഡിയുടെ ഇതൊക്കെ വെച്ചു. എന്താ തണുക്കുന്നുണ്ട് കുറച്ച്. സോ ശ്വാസം മുട്ടുന്നു തണുപ്പ് അടിച്ചിട്ട്. ഇങ്ങനെ ഈ വെള്ളം നല്ല രസമുണ്ടല്ലേ, നല്ല തെളിഞ്ഞ വെള്ളം. ആ ഒരു കാഴ്ച, നല്ല കാറ്റുണ്ട്. നമ്മൾക്ക് ഇനി കയറി പോകാനുള്ളതാണ് ഈ മല. അവിടെ നിന്ന് കയറി ഇതിൻ്റെ മുകളിൽ കയറണം. ഇതാണ് പീക്ക്. നമ്മളിപ്പോൾ ഒരു കുത്തനെയുള്ളൊരു മല കയറാണ്. കുത്തനെയല്ല, കുറച്ച് ചരിവൊക്കെ ഉണ്ട്. പ്രസേനൻ നമ്മളിവിടെ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ മുകളിൽ പോയി. അണച്ചു. അത് തണുപ്പുള്ളതുകൊണ്ട് ബ്രീത്ത് ചെയ്യാൻ കുറച്ച് പാടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ആ കാഴ്ച നോക്കി, ഇങ്ങനെ കോട ഇറങ്ങി. അതല്ലേ കയറണ്ടത്, കാണാൻ പറ്റുമോ കയറുമ്പോ? നമുക്ക് അതല്ലേ കയറണ്ടേ? അവിടുന്ന് അതിന് താഴെ അവിടെ കേട്ട് ഇരി ഇങ്ങോട്ട് പോരാ. ആ രാവിലെ കുളിച്ച എന്താടാ എന്താടാ ഇങ്ങോട്ട് വരാം വെളിയിൽ. സത്യം. Make some noise. എന്ത് ഭംഗി. സോ നമ്മൾ അഗസ്ത്യാർകൂടത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നൊഴിക്കൊരു സംഭവം കണ്ട്. ഇതാണ് സംഭവം. ഉണ്ടല്ലോ, ഇതൊരു ഒരൽക്കുഴിയാണ്. അതായത് ഇവിടെ വടി എടുത്തടാ, വടിയെന്ന് ഇത് ഇത്രേ ഉള്ളൂ. ഇതെന്തായിരുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു പറഞ്ഞേ? ഏതോ ഒരു വൈദ്യൻ മച്ചമരുന്ന് എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ ഇട്ട് ഇടിച്ചു കൂട്ടിയാണ്. അതെ, ഔഷധങ്ങൾ ഉണ്ടാക്കി. അതായത് അഗസ്ത്യാർകൂടം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, കുറേ ഔഷധ സസ്യങ്ങളും കുറേ ഔഷധ ഇതുള്ളതാ, സ്രോതസ്സാണ്. സോ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ വൈദ്യൻ ഈ കുഴിയിൽ ഇടിച്ചു പിഴിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മളിവിടെ വന്നിട്ട് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് ഫ്രണ്ടിൽ പോണേ, രാജലക്ഷ്മി ചേച്ചി. ചേച്ചി രാജലക്ഷ്മി ചേച്ചി,
എന്തേലും പറഞ്ഞിട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെയാണോ ഇഷ്ടപ്പെട്ടത്? അതെ, മുകളിൽ കയറണ്ടേ? എന്തോ അതെ. ഇതാണ് നമ്മുടെ റാഷിദ് പറഞ്ഞ ഹിഡൻ സ്പോട്ട്. ഓ ശരിയാ. ഓ കോട ഹെവൻലി. മാണിക്കച്ചിറകുള്ള മരത്തു കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശത്തേരിൽ നീന്തി കൊതിച്ചു പോയി. വിഷ്ണുദാസായിരുന്നോ? റിവ്യൂ ചെയ്യാൻ പറ്റിയ ആളാ. നൈസ്. കണ്ടിന്യൂസ് ആയിട്ട് 5 കൊല്ലം വന്നേ? ഓ അടിപൊളി. ഓക്കെ. അതിന് മുന്നേ അയ്യ. ഓക്കെ, സോ അടുത്ത കയറ്റം കയറാം. ഓ ദേ റോക്കറ്റ് ഓട്. അങ്ങോട്ട് മേളോട്ടൊക്കെ എന്തോ പോലെ ഇല്ലേ? സത്യം പിടിക്കില്ല. ആകാശം ദൂരെ എന്നതോ കേറി ഇറങ്ങിയാ? ഏതാ ഇനി കയറുണ്ടോ? റോപ്പുണ്ട്. ആ അപ്പൊ കോടുണ്ട് ഇപ്പൊ അവിടെ ആണല്ലേ? ആ. ഹൗ ഈസ് ഇറ്റ്? Nice, very nice. ഓ കാട്. കാട്, തണുത്ത കാട്. ഇവിടെ മോനെ സീൻസാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ 4 ലോകത്തോട്ട് വരട്ടെ. ഭയങ്കര ഹൈപ്പാണല്ലോ ഗൈസ്, കാട്ട് ഹൈപ്പ്. ഉദ്ദേശിച്ചേ So this is the point.
last peak, last drop. We are going. Woo! Oh. മുരളി ശമ്മടി അയച്ചോ അങ്ങനെ റോപ്പൊക്കെ കയറി കഴിഞ്ഞ് ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ചെറിയ കയറ്റം. ഇത് കൂടി കയറിയ യെസ് വി ഡിഡ് ഇറ്റ്. അഗസ്ത്യാർകൂടം. എത്തിന്നാ തോന്നണേ. എത്തി. സെറ്റ്. ഹാപ്പി. എത്തിയിരിക്കണു. ഒരു കയറുണ്ട്. ലാസ്റ്റ് കയറലുണ്ട്. ഓക്കെ, സോ ഫൈനലി വി ആർ ഹിയർ അഗസ്ത്യാർകൂടം. അങ്ങനെ നമ്മൾ പീക്കിലെത്തി. നല്ല അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. അതായത് കയറിയതിനൊരു ഗുണമുണ്ടായി. മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ചുറ്റിനും റൗണ്ട്, നമ്മളപ്പോൾ ഫുള്ളിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ക്ലൗഡ് ബെഡ് കിടക്കുകയാണ്. ദെൻ അവിടെ ഒരു നൈസ് പാറയുണ്ട്, പാണ്ഡവം പാറ. സോ അത് ഇടയ്ക്ക് കോട വന്ന് മൂടും, പിന്നെ തെളിയും. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും വെറുതെ പറയണല്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ അഗസ്ത്യാർകൂടം, വൈ അഗസ്ത്യാർകൂടം ദിസ് മച്ച് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വന്ന് തന്നെ നോക്കണം. Two, three.